യുദ്ധഭൂമിയിൽ ഇറാനും സൗദി അറേബ്യയും അവർ തമ്മിൽ ചില ഡീലിങ്ങും കരാറുകളും ഉണ്ടാക്കുന്നു. ആ കരാർ വ്യവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടുകൂടി അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള ലോകരാജ്യങ്ങൾ കാത്തിരിക്കുന്നു. എന്നാൽ കരാർ വ്യവസ്ഥകളോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഡീലിങ്ങോ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അജ്ഞാതമായ രഹസ്യമായിരിക്കുന്ന ചില ഉടമ്പടികൾ ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. മുറിക്കുള്ളിലെ കരാർ വ്യവസ്ഥകൾ മിടിപ്പോടെ അമേരിക്ക ചില ഹെഡിങ് ഒക്കെ കാണുന്നത് ഈ തരത്തിലാണ്. എന്തൊക്കെയാണ് അവർ സംസാരിച്ചത് എന്നുള്ളതാണ്. ഒരുപാട് പതിറ്റാണ്ടുകളോളം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പരസ്പരം അകൽച്ചയുമുള്ള രാജ്യമായിരുന്നു സൗദി അറേബ്യയും ഇറാനും. ഇത് ഒരുപാട് മുതലെടുത്ത രാജ്യമാണ് അമേരിക്ക. അവർ ഒന്നിക്കരുത് എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യം മേഖലയിലെ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും വലിയ ശക്തിയുള്ള സാമ്പത്തികമുള്ള രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. ഈ സർവ്വ രാജ്യങ്ങളെയും നിയന്ത്രിക്കാൻ മാത്രം ലീഡർഷിപ്പുള്ള രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. വലിപ്പം കൊണ്ടും സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ഇടപെടൽ കൊണ്ടും എപ്പോഴും കേമന്മാരായ സ്ഥാനത്താണ് സൗദിയുടെ സ്റ്റാൻഡ് ഉള്ളത്. ആ രാജ്യവുമായിട്ട് അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും നല്ല ബന്ധമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ സാമ്പത്തിക രംഗത്ത് അവർ വലിയ ഉയർച്ചയില്ലെങ്കിലും ശക്തിയുള്ള രംഗത്ത് അതായത് സൈനിക രംഗത്തും യുദ്ധരംഗത്തും അവർ തന്ത്രജ്ഞരാണ്, അവർ ധൈര്യശാലികളാണ്. അവരെ കീഴടക്കാൻ വേണ്ടി ഒരു ലോകത്ത് ഒരു കാലത്തും ആർക്കൊട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവർ തമ്മിൽ ഒരിക്കലും സാമ്പത്തിക മേന്മ ഉള്ളവരും അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ ഉയർച്ചയുള്ളവരും സൈനിക മേഖലയിൽ ഉയർച്ചയുള്ളവരും പരസ്പരം ഒരിക്കലും സന്ധിക്കാൻ പാടില്ല എന്നുള്ളത് അമേരിക്ക തീരുമാനിച്ചതും ആ തീരുമാനത്തിനനുസരിച്ച് പല നീക്കുപോക്കുകളും നടത്തുന്നതുമാണ്. മാത്രമല്ല രണ്ടും മതരാജ്യമാണ്. മതരാജ്യം എന്ന് മാത്രമല്ല മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യമില്ലാത്ത രാജ്യമാണ്. എങ്ങനെയാണോ ശരീഅത്ത് നിയമവ്യവസ്ഥ അത് അപ്പാടെ അതേ രീതിയിൽ തന്നെ നടപ്പിലാക്കുന്ന രാജ്യവുമാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ആ ഭിന്നിപ്പോട് കൂടിയിട്ടാണ് ഇത്രയും കാലം അവർ ഭരിച്ചു വന്നത്. അവർ യോജിപ്പിൻ്റെ മേഖല എത്തിയതോട് കൂടിയിട്ട് അമേരിക്കക്ക് വലിയ ക്ഷീണമായി. അവിടെ പിന്നെ റഷ്യയും ചൈനയും ഒക്കെ കയറി മേയാൻ തുടങ്ങി. ഈ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ ചൈന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന് സൈനിക താവളം ഉണ്ടാക്കാൻ വേണ്ടി ഭൂപ്രദേശം വിട്ടുകൊടുക്കുമെന്ന് ഔദ്യോഗികപരമായ രീതിയിൽ മുസ്ലിം ഉച്ചകോടിയിൽ വെച്ച് ജിദ്ദയിൽ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതൊന്നും ചെറിയ രീതിയിലുള്ള ആശങ്കയല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ഇപ്പൊ ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ്, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഇവർ തമ്മിൽ 2 ദിവസമായി വലിയ വിപുലമായിരിക്കുന്ന ചർച്ച നടത്തുന്നു. എവിടെ എത്തുന്നില്ല. എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ ഉത്തരം കൂടിയാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ചർച്ച എന്നുകൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അവരിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന ചില വിഭാഗങ്ങൾ അറബ് പത്രങ്ങൾ റിപ്പോർട്ടാക്കി പുറത്തു വിട്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് അൽ ജസീറ, റിയാദ്, ഒക്കാസ് പോലെയുള്ള സൗദി അറേബ്യയിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന പത്രങ്ങളാണ്. ജസീറ എന്ന് പറയുന്നത് അവിടുത്തെ സൗദി അറേബ്യയുടെ പത്രമാണ്. ഒക്കാസ് എന്ന് പറയുന്നത് സ്വതന്ത്ര പത്രമാണ്. റിയാദ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പനി പത്രമാണ്. അത് ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടെങ്കിലും ജസീറയെ പോലെ ജസീറ ശരിക്കും പത്രത്തിന്റെ അൽ ജസീറ എന്ന് പറയുന്നത് സൗദി ഗവൺമെന്റ് പത്രത്തിന്റെ മുഖപത്രം പോലെ ഇറങ്ങുന്നതാണ്. നമ്മൾ പറയുന്ന അൽ ജസീറ ചാനലും സൗദിയിൽ നിന്ന് ഇറങ്ങുന്ന അൽ ജസീറ പത്രവും തമ്മിൽ ഒരു ബന്ധവുമില്ല. രണ്ടാണ്. അപ്പോൾ അവർ പറയുന്നത് ലെബനാൻ, സിറിയ, ഗസ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണമായിരിക്കുന്ന ചർച്ചകൾ നടത്തിയിരിക്കുന്നത്. ഈ ഭാവിയിൽ എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. ലെബനാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ഇറാന്റെ സൈനിക ട്രൂപ്പ് അതായത് അവരുടെ പ്രോക്സി വിഭാഗം ശക്തിയായിട്ട് വരുന്നുണ്ട്. അതിന് ആന്തരികമായിട്ട് വലിയ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല, പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ട്. ഗസയെ സംബന്ധിച്ചിടത്തോളം അവിടെ പോരാട്ടം നടത്തുന്ന ആളുകൾക്ക് ഇപ്പോഴും ആയുധങ്ങൾ കിട്ടുന്നുണ്ട്. ഏത് വഴിയാണ് എന്നുള്ളത് അവരും പറഞ്ഞിട്ടില്ല, ലോകരാജ്യങ്ങൾക്ക് അതൊട്ട് മനസ്സിലായിട്ടില്ല. ഇസ്രായേൽ തലകുത്തി ആലോചിച്ചിട്ട് പോലും അത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. സർവ്വ മേഖലയെ അവരടച്ചുകൊണ്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ മേഖല, ഈജിപ്ത് ഗസ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയും അടച്ചുകൊണ്ട് ഭൂപ്രദേശവും ആകാശവും കടലും എല്ലാം തെരച്ചിൽ നടത്തി. അതിന് പുറമെ
ഈ ഗസയുടെ സർവ്വ മേഖലയും വളഞ്ഞുകൊണ്ട് വലിയ നിരീക്ഷണം നടത്തി. ഇങ്ങോട്ടാരോ വരുന്നുണ്ടോ, അങ്ങോട്ടാരോ പോകുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണം. ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ എല്ലാ ഭാഗവും അതിര് പങ്കിടുന്നത് ഇസ്രായേലാണ്. ചെറിയൊരു ഭാഗം, ഒരു വാതിൽ പോലെ മാത്രമാണ് ഇവിടെ ഈജിപ്തിലേക്ക് ഗസയുടെ പൂർണ്ണമായിരിക്കുന്ന അധികാരത്തിലുള്ളത്. ആ വാതിൽ അവരടച്ചു. അതോടുകൂടി ഇങ്ങോട്ട് അങ്ങോട്ട് പ്രവേശനം ഇല്ലാത്ത രീതിയിലും, അതല്ലെങ്കിൽ ഇസ്രായേലി സൈനികരുടെ അനുമതിയോട് കൂടി മാത്രം പ്രവേശിക്കുന്ന തരത്തിലുള്ള സംവിധാനം അവർ ഒരുക്കുകയും ചെയ്തു. അവരാണ് ആ മേഖല കേന്ദ്രീകരിച്ചുള്ളത്. പൂർണ്ണമായിരിക്കാതെ 100% ഗസ പ്രദേശം ഇസ്രായേലിന്റെ കൈവശത്തിലായി എന്ന് ചുരുക്കം. എന്നിട്ടും അവർക്ക് ഈ ഹമാസിന്റെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എത്തുന്നതോ അവർക്ക് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും സഹായം കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചും ഒരു തരത്തിൽ 1.25 വർഷമായിട്ടും അവർക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ പോരായ്മയായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഇറാൻ ഇറാഖ് യുദ്ധം, ഈ ഇറാഖും അമേരിക്കയും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഇതിൻ്റെ ഇടയിൽ അവർ സംസാരിച്ചിട്ടുണ്ട്. ആ യുദ്ധം എന്ന് പറയുന്നത് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക ഇറാനോട് സഹായം ചോദിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവം എന്ന് പറഞ്ഞാൽ 2003 മാർച്ച് 20 അമേരിക്ക ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി മൊത്തത്തിൽ തീരുമാനിച്ചത്. ആ തീരുമാനത്തോടനുബന്ധിച്ച് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാഖിനെ ആക്രമിക്കാൻ ഇറാഖിൻ്റെ അതിർത്തിയുമായിട്ട് പങ്കെടുത്ത രാജ്യങ്ങളൊന്ന് കുവൈറ്റാണ്. പിന്നീട് ഏറെക്കുറെ സൗദി അറേബ്യ ഉണ്ട്. അറബ് രാജ്യങ്ങളിലെല്ലാം അവർ ആയുധങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കൂട്ടിയിട്ട് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപന കാര്യങ്ങളൊക്കെ നടന്നു. എന്നാൽ കുറച്ചും കൂടി എളുപ്പം ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറാനാണ് എന്ന് അമേരിക്കയ്ക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കരാർ വ്യവസ്ഥയോടുകൂടി തങ്ങൾക്ക് ആ ഭൂപ്രദേശം വിട്ടുതരണമെന്ന് അമേരിക്ക ഇറാനോട് പറഞ്ഞു. ഒരു പ്രതിസന്ധി ഘട്ടമാണത്. കാരണം ഇറാഖിനെ പരാജയപ്പെടുത്തുക എന്നുള്ള അമേരിക്കയുടെ ആവശ്യമാണ്. മാത്രമല്ല പരമാവധി ലോകരാജ്യത്തിലൊക്കെ അന്ന് ജോർജ് ബുഷ് സന്ദർശനം നടത്തിക്കൊണ്ട് പിന്തുണ തേടുകയും ചെയ്തിട്ടുണ്ട്. പിന്തുണ നൽകിയാൽ വലിയ സാമ്പത്തിക സഹായങ്ങളും ഉപരോധം ഏതെങ്കിലും രാജ്യത്തുണ്ട് അത് നീക്കം ചെയ്യുകയും കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇളവുകളും നൽകും. കുറേ ഇളവുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്ന് ബുഷ് സംസാരിച്ചതാണ്. പരമാവധി രാജ്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് 32 രാജ്യങ്ങളേറ്റവും അന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അതിർത്തി പങ്കിടുന്ന വലിയ നീളത്തിൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇറാനും ഇറാഖും തമ്മിൽ. ഇറാനോട് സഹായം ചോദിച്ചു. അമേരിക്ക കരുതുന്നത് എങ്ങനെയാണ്? ഇറാനും ഇറാഖും തമ്മിൽ 8 കൊല്ലത്തോളം യുദ്ധം ചെയ്ത് 10 ലക്ഷത്തോളം മനുഷ്യന്മാരെ വെച്ച് വലിയ സാമ്പത്തിക ബാധ്യം, വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു മാരകമായിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇറാനും ഇറാഖും തമ്മിലുണ്ടായത്. മാത്രമല്ല ആ യുദ്ധത്തിൽ ഇറാഖാണ് തെറ്റുകാരി. ഇറാനെയാണ് ആക്രമിച്ചത്. അതിന് തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് ആ ശത്രുതയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീടും നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന രീതിയാണ്. ഇറാനും ഇറാഖും തമ്മിലൊക്കെ വലിയ വിഷയങ്ങളുണ്ട്. പിന്നെ അവിടുത്തെ ഷിയാ വിഭാഗക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ആഘോഷ പരിപാടികൾ ഉണ്ടാകുന്ന സമയത്ത് ഇറാഖിലേക്ക് വരാറുണ്ട്, ഇറാഖിൽ നിന്ന് ഇറാനിലേക്ക് പോകാറുണ്ട്. അങ്ങനെ ഒരു 60% ഷിയാക്കളുള്ള രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. 90% ഷിയാക്കളുള്ള രാജ്യമാണ്, അല്ലെ 95% ഷിയാക്കളുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനും ബന്ധങ്ങളൊക്കെ ഉണ്ട്. ലോകാടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ ഈ ഷിയാ വിഭാഗം എന്ന് പറയുന്നത് വലിയൊരു യൂണിറ്റിയാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പര ധാരണയും ബന്ധങ്ങളും ഉണ്ടാവും. അവർ ധരിക്കുന്ന വസ്ത്രത്തിനും ഏറെക്കുറെ ഏകോപനമുണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇറാനിൽ സ്ത്രീകളുടെ വേഷം എന്ന് പറയുന്ന സമയത്ത് ബുർഗയാണ്. ഇറാനുകൾ നല്ല ഇറാഖിലാണെങ്കിലും ഈ ബോംബെയിലാണെങ്കിലും അവരൊക്കെ ഇടുന്നത് സ്ത്രീകൾക്ക് ബുർഗ വേഷമാണ്, പർദ്ദ അവരിടാറില്ല. അപ്പോൾ ഈ പാവാടയും ഷർട്ടും പോലെയുള്ള പാവാടയും ഈ തട്ടും പോലെയുള്ള ആ സംവിധാനം ഇടുന്നത്. ഇനി പുരുഷന്മാരാണെങ്കിൽ തൊപ്പി തലയിൽ വെച്ചിട്ട് അവർ ഈ പൈജാമയും ജുബയിടുന്ന രീതിയിലാണ് അവർ കാണാൻ വേണ്ടി പറ്റുക. ലോകാടിസ്ഥാനത്തിൽ ഇവരുടെ വേഷവിധാനത്തിനൊക്കെ ഒരു യൂണിറ്റ് ഉണ്ട്, ഒരു ഐക്യമുണ്ട്. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകും ഷിയാക്കളാണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ വന്ന സമയത്ത് അമേരിക്ക എന്ത് പറഞ്ഞു എന്നറിയോ? ഇറാനോട് ചില നിലപാടിലേക്കൊക്കെ നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും, അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മളായിട്ട് സഹകരിക്കണം, ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി ഭൂപ്രദേശം വിട്ടുതരണം. അവർ പറഞ്ഞ കാര്യമുണ്ട്. ഇറാൻ പറഞ്ഞ കാര്യം വളരെ പ്രസിദ്ധമാണ്. ആ കാലത്തൊക്കെ വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോഴും ഞങ്ങൾക്ക് ശത്രു നിങ്ങൾ തന്നെയാണ് ഇറാഖിനേക്കാളേറെ. അമേരിക്കയും ഇസ്രായേലും കൃത്യവും വ്യക്തവുമായ രീതിയിൽ, അടിസ്ഥാനമായ രീതിയിലും വിശ്വാസപരമായാലും ഞങ്ങളുടെ ശത്രുക്കളാണ്. ഒരിക്കൽ പോലും ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി തങ്ങളുടെ ഭൂപ്രദേശം വിട്ടുതരുമെന്ന് നിങ്ങൾ സ്വപ്നം പോലും കാണണ്ട എന്നുള്ള മറുപടിയാണ് അവർ കൊടുത്തത്. അതോടുകൂടി ശരിക്കും പറഞ്ഞാൽ അമേരിക്ക തന്നെ അമ്പരന്ന് പോയി. ഇത്രയും വലിയ യുദ്ധകാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പോലും അവർ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി ഭൂപ്രദേശം വിട്ടുകൊടുക്കില്ല എന്ന് പറയാൻ നിസ്സാരമായിരിക്കും സംഭവമൊന്നുമില്ല, വലിയ സംഭവം തന്നെയാണ്.
ആ ഒരു വിഷയത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ആ സമയത്ത് തന്നെ ഉടക്കിയിട്ടുണ്ട്. ആ ഉടക്ക് പിന്നീടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് സമാധാനം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ വലിയ സ്വാധീനമുണ്ട്. ആ മേഖല മുഴുവനും സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചു. അവിടുന്ന് യുദ്ധം ചെയ്തു. അങ്ങനെ സദ്ദാം ഹുസൈനെ പരാജയപ്പെടുത്തി ഇറാഖിനെ തോൽപ്പിച്ച കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇറാൻ ഇങ്ങോട്ട് അടുപ്പിക്കാത്ത രീതിയിലും കുറേ പാലങ്ങളിട്ട് അതിലൊക്കെ അവർ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ ഒരു രീതിക്കൊക്കെ മാറ്റം വന്നു. പരസ്യമായ രീതിയിൽ ആയുധം നൽകിയും സാമ്പത്തികം നൽകിയും ഇസ്രായേലിനെതിരെ ഗസയെ അറബ് രാജ്യങ്ങൾ സഹായിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അവരൊക്കെ ആന്തരികമായ രീതിയിൽ വലിയ രീതിയിലുള്ള സഹായം നൽകുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സഹായം, അങ്ങനെ ചെയ്യുന്ന സഹായം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടത് അത് നിസ്സാരമായിരിക്കുന്ന ഒരു വിഷയമൊന്നുമല്ല, ഗൗരവപരമായിരിക്കുന്ന വിഷയമാണ്. ഏതൊക്കെ തരത്തിലാണ് അവർ ഈ കരാറിൽ എത്തിയത് എന്നുള്ള കാര്യം ലോകം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെയും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെയും ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു രൂപത്തിലെത്താൻ വേണ്ടി സാധിക്കാത്തത് പോലും യഥാർത്ഥത്തിൽ സൗദി ഇറാനും തമ്മിലുള്ള ഒരു യോജിപ്പിൻ്റെ മേഖല എത്തിയത് കൊണ്ടാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.